ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും കണി കണ്ടിട്ടാണ് കേട്ടോ എണീക്കണത്. അപ്പോൾ ദേ നേരെ കോലായിൽ വന്ന് നിന്നിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് നേരെ കിച്ചണിലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് പിടിച്ചത്. അപ്പോഴത്തേനും അമ്മ ഏകദേശം കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ കറിയും കൂടി ഇനി റെഡി ആയാൽ മതി കേട്ടോ. ചായക്കടിയും ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. അമ്മ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി പിടിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പോകാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ ഇനി ആദ്യം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് രാവിലെയാണ് കേട്ടോ നമ്മൾ കളയണത്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഡെയിലി നമ്മൾ അടിച്ചു വാരി തുടയ്ക്കലില്ല, ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ തുടയ്ക്കാറ്. കാരണം അങ്ങനെ നമുക്കങ്ങനെ മുഷിയാറില്ല. ഇവിടെ അങ്ങനെ മുഷിയാനൊന്നും ആരും ഇല്ലല്ലോ. അമ്മയായി തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ അടിച്ചു വാരി കഴിഞ്ഞിട്ട് എന്നാൽ തിരുമ്പി കുളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേനും ഇനി അമ്മ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ അമ്മ പോണതിന് മുന്നേ എനിക്ക് ആ പണികളെ കഴിച്ച് വെച്ചാൽ അമ്മ പോണതും എനിക്ക് കാണാമല്ലോ. അങ്ങനെ അമ്മ അവിടെ റെഡിയാവുന്നുണ്ട്. ഇത് അമ്മയുടെ റൂമാണ്. അപ്പം അമ്മ അവിടെ നിന്ന് റെഡി ആവുകയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ലഞ്ച് അമ്മ കൊണ്ടുപോകും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ കൊണ്ടുപോകലില്ല, കഴിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ഇത് അമ്മ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ ആക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അമ്മ മാക്സിമം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാനാണ് ശ്രമിക്കാറ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സമയമൊക്കെ വൈകണ ദിവസങ്ങളിലാണെങ്കിലാണ് അമ്മ കൊണ്ടുപോകലുള്ളൂ. അങ്ങനെ ഞാനങ്ങനെ അടിച്ചു വാരി തുടച്ച് അമ്മേൻ്റെ റൂമൊക്കെ തുടയ്ക്കാം കേട്ടോ. ബാക്കി ഹാളും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണൊന്ന് ചെറുതായിട്ട് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം മഴ ഉള്ളത് കൊണ്ട് രാവിലെ ഇനി കറണ്ടെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോണൊന്ന് കുത്തിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം, എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേ അമ്മ അങ്ങനെ ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞിട്ട് അമ്മ പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മേലെ പോയിട്ടുണ്ടായി തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചടച്ച് കിടക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ആൾ എണീറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഫോണിലൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും. എണീറ്റ് കഴിഞ്ഞ് ഒന്ന് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബെഡ് വിരിക്കാനും പുതപ്പ് മടക്കാനൊക്കെ കൂടും. അങ്ങനെ 2 ദിവസത്തെ തുണി കഴുകാനുണ്ട്. എന്ത് പറയാനാ, വാഷിംഗ് മെഷീൻ എനിക്ക് 8ൻ്റെ അല്ല 18ൻ്റെ പണി തന്നേക്കാണ്. ഈ ഒരു കറക്റ്റ് സമയത്താണ് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി. വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അലക്കണ്ടേ. അങ്ങനെ ഞാൻ പാൽ ചായ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ചായ ഉണ്ടാക്കുമ്പോഴത്തേനും ഇതേട്ടൻ കുളിച്ച് മാറ്റിയൊക്കെ വരുമല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ കട്ടൻ ചായ ആണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. ഇന്നിപ്പം പാൽ ചായ എന്തോ കുടിക്കണം എന്നൊരു പൂതി തോന്നി അങ്ങനെ ഞാൻ ഉണ്ടാക്കണതാട്ടോ. പാൽ ചായയോട് ഇവിടെ ആർക്കും വലിയ ഭ്രമമില്ല, കട്ടൻ ചായയാണ്. പിന്നെ അയത്തന്നെ ഇന്നിപ്പോൾ ചായക്കടി കണ്ടിട്ട് വലിയൊരു ഉഷാറ് തോന്നണില്ല കേട്ടോ മുഖത്തേക്ക്. കാരണം പുട്ട് ആൾക്ക് പറ്റൂല, പുട്ട് ഇഷ്ടമല്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കും കേട്ടോ. ഒന്നും അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഫുഡിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകില്ല. എത്ര ഇഷ്ടമല്ലെങ്കിലും ആൾ കഴിക്കാൻ ശ്രമിക്കും. അങ്ങനെ അയത്തണ്ണങ്ങളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, തിരുമ്മി കുളിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ബൈ ബൈ.